എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ നമ്മളെ വല്ലാതെ കുഴപ്പിക്കുന്നത്, ചിലതാണെങ്കിലോ ഭയങ്കര എളുപ്പത്തിൽ വഴങ്ങുന്നതും? ഒരു പ്രശ്നത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം, അതിന്റെ ഒരു അനാറ്റമി എന്നൊക്കെ പറയാം. അത് പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇതിനൊരു ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങളുടെ പഠന മെറ്റീരിയലിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 1 പ്രോബ്ലം സോൾവിംഗ് എന്ന ഭാഗം ആസ്പദമാക്കി ഒരു പ്രശ്നത്തിന്റെ നേച്ചർ, അതിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കിന്നൊന്ന് ആഴത്തിൽ നോക്കാം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ചോദിച്ചാൽ, എന്താണ് ശരിക്കും ഒരു പ്രശ്നം? നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നതും നമ്മൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു, ആ ഒരു ഗോൾ സ്റ്റേറ്റ്, അത് തമ്മിലുള്ളൊരു വിടവ് അല്ലെങ്കിൽ ഒരു തടസ്സം, അതല്ലേ? അതെ അതെ, അതുതന്നെ. ആ ഒരു ഗ്യാപ്പ്, നമ്മൾ ഇപ്പോൾ ഉള്ള അവസ്ഥയും എത്താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം. കോഗ്നിറ്റീവ് സൈക്കോളജി ഇതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് എന്ന് നോക്കുന്നത് രസകരമാണ്, പ്രത്യേകിച്ച് തുടക്കത്തിൽ. അവർ തുടങ്ങിയത് കൂടുതലും ഈ ലബോറട്ടറിയിലെ സിമ്പിൾ ടാസ്കുകളിൽ നിന്നാണ്. ഉദാഹരണത്തിന് ഈ ടവർ ഓഫ് ഹാനോയ് പസിലൊക്കെ ഇല്ലേ? കേട്ടിട്ടുണ്ട്. അതെ, കാരണം അതിനൊക്കെ വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഒരു എൻഡ് പോയിന്റ് ഉണ്ട്, കൃത്യമായ പരിഹാര വഴികളുമുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിലെ കോംപ്ലക്സായ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന സ്വഭാവം ഇതിലുണ്ട് എന്നായിരുന്നു. അപ്പോൾ ഈ പസിലുകളിലൂടെയും കളികളിലൂടെയുമാണോ ഈ പ്രശ്നപരിഹാരം എന്ന സങ്കീർണമായ ചിന്താപ്രക്രിയയെ മനസ്സിലാക്കാൻ സൈക്കോളജിസ്റ്റുകൾ ആദ്യം ശ്രമിച്ചത്? അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അതെ, തുടക്കം അങ്ങനെയായിരുന്നു. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലല്ലോ, അല്ലേ? എന്തൊക്കെയാണ് ഒരു പ്രശ്നത്തെ കൂടുതൽ പ്രയാസമുള്ളതാക്കുന്നത്, അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഘടകങ്ങൾ? ഒരുപാട് ഘടകങ്ങൾ വരാം. ഒന്ന്, അതിന്റെ സങ്കീർണത തന്നെ. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചോർക്കേണ്ടി വരുന്നത്, പരിഗണിക്കേണ്ടി വരുന്നത്, പിന്നെ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ കിട്ടാതെ വരുന്നത്, ഇൻഫർമേഷൻ ഗ്യാപ്പ്. ശരി. അതുപോലെ പരിഹാരത്തിലേക്കെത്താൻ ഒരുപാട് സ്റ്റെപ്പുകൾ ആവശ്യം വരുന്നത്, മൾട്ടിപ്പിൾ സ്റ്റെപ്സ്. ഓക്കേ. പിന്നെ പ്രശ്നത്തിന്റെ ഒരു ആബ്സ്ട്രാക്ട് നേച്ചർ, അതായത് ഒരു കണക്ക് കൂട്ടുന്ന പോലെയല്ല സമൂഹത്തിൽ സന്തോഷം എങ്ങനെ കൂട്ടാം എന്ന് ചിന്തിക്കുന്നത്, അതിന്റെ ഒരു വ്യക്തത കുറവ്. ശരിയാണ്. അവസാനമായിട്ട് പ്രശ്നത്തിലെ പല ഭാഗങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതും അതിന്റെ ഇന്റർഡിപ്പെൻഡൻസും പ്രധാനമാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ സാധാരണയായ പ്രശ്നങ്ങളെ രണ്ടായിട്ട് തിരിക്കാറുണ്ട്, വെൽ ഡിഫൈൻഡ് എന്നും ഇൽ ഡിഫൈൻഡ് എന്നും. ആ വ്യത്യാസം എന്താണ്? വെൽ ഡിഫൈൻഡ്, ഇൽ ഡിഫൈൻഡ്? വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ തുടക്കം വ്യക്തമാണ്, ലക്ഷ്യം വ്യക്തമാണ്, അതിലേക്കെത്താനുള്ള വഴികളും അല്ലെങ്കിൽ നിയമങ്ങളും വ്യക്തമാണ്, ഒരു ചെസ് കളി പോലെ. ഓക്കെ. എന്നാൽ ഇൽ ഡിഫൈൻഡ് പ്രശ്നങ്ങളിൽ ഇതൊന്നും അത്ര വ്യക്തമായിരിക്കില്ല. ലക്ഷ്യം എന്താണെന്നോ അങ്ങോട്ടെത്താൻ എന്ത് ചെയ്യണമെന്നോ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവില്ല. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒരുപക്ഷേ ഈ ഇൽ ഡിഫൈൻഡ് കാറ്റഗറിയിൽ വരും, അല്ലേ? ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, എന്റെ കരിയറിൽ എങ്ങനെ വിജയിക്കാം, അല്ലെങ്കിൽ എന്റെ ബന്ധങ്ങൾ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നൊക്കെ ചിന്തിക്കുന്നത് ഇൽ ഡിഫൈൻഡ് ആണ്. കാരണം എന്താണ് വിജയം, അല്ലെങ്കിൽ എന്താണ് മെച്ചപ്പെട്ട ബന്ധം, അത് ഓരോരുത്തർക്കും മാറാം. അങ്ങോട്ടുള്ള വഴികളും ഒരുപാടുണ്ടാവാം, വ്യക്തത കുറവുമുണ്ടാവാം. ശരിയാണ്. അപ്പോൾ ഈ പലതരം പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിയറിയാണല്ലോ ന്യൂവെല്ലും സൈമണും മുന്നോട്ട് വെച്ച പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തസിസ്. അതെന്താണെന്നൊന്ന് പറയാമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്, പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തസിസ്. ഒരു പ്രശ്നത്തെ അതിന്റെ ഘടന വെച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഫ്രെയിംവർക്കാണത്. അതായത് ഓരോ പ്രശ്നത്തിനും ഒരു പ്രോബ്ലം സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ എന്തൊക്കെയുണ്ട്? ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ. പിന്നെ നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം, ഗോൾ സ്റ്റേറ്റ്. ശരി. ഇതിന്റെ ഇടയിലുള്ള സാധ്യമായ എല്ലാ അവസ്ഥകളും, ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ്. പിന്നെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഓപ്പറേറ്റേഴ്സ്, അതായത് നമ്മളെടുക്കുന്ന സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ. ഉദാഹരണത്തിന് ടവർ ഓഫ് ഹാനോയിൽ ഒരു ഡിസ്ക് നീക്കുന്നത് പോലെ. അതേ, കൃത്യമായി. ആ ഡിസ്ക് നീക്കൽ ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലം സ്പേസിലൂടെ, ഈ ഒരു വഴികളിലൂടെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലേക്ക് ശരിയായ ഒരു പാത കണ്ടുപിടിക്കുന്ന ഒരു യാത്രയാണ്, ഒരു അന്വേഷണമാണ്.
അപ്പോൾ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം സ്പേസ് നമ്മൾ എങ്ങനെ വിഭാവനം ചെയ്യുന്നു എന്നതിന് വലിയ പ്രാധാന്യമുണ്ടല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആ പ്രശ്നത്തെ എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു അല്ലെങ്കിൽ ആ മാപ്പ് എങ്ങനെ വരയ്ക്കുന്നു എന്നത് പരിഹാരത്തെ നേരിട്ട് സ്വാധീനിക്കും. ചിലപ്പോൾ നമ്മൾ തെറ്റായ ഒരു സ്പേസാണ് മനസ്സിലുണ്ടാക്കുന്നതെങ്കിൽ ശരിയായ ഉത്തരം കിട്ടാതെ പോകും. ഈ പ്രോബ്ലം സ്പേസ് അത് ഒരേ പ്രശ്നമാണെങ്കിൽ പോലും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കുമോ? നല്ല ചോദ്യം. അതെ, സാധ്യതയുണ്ട്. കാരണം നമ്മുടെ അറിവ്, നമ്മുടെ അനുഭവം, പ്രശ്നത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ നമ്മൾ മനസ്സിൽ രൂപീകരിക്കുന്ന ആ സ്പേസിനെ സ്വാധീനിക്കും. ഒരാൾക്ക് വളരെ ലളിതമായി തോന്നുന്ന വഴി മറ്റൊരാൾക്ക് അത്ര ലളിതമായി തോന്നണമെന്നില്ല. അവരുടെ പ്രോബ്ലം സ്പേസ് വ്യത്യസ്തമായിരിക്കാം. അപ്പം നമ്മൾ ഇന്നീ സംസാരിച്ചതിൽ നിന്ന് ഒരു പ്രശ്നത്തിന്റെ സ്വഭാവം തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആദ്യപടിയാണ്. അതായത് അതിന്റെ നിർവചനം എന്താണ്, ഘടന എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിനെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നത്, അതിന്റെ പ്രോബ്ലം സ്പേസ് എങ്ങനെയിരിക്കും എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അത് പരിഹാരത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. തീർച്ചയായും അത് തന്നെയാണ് കാര്യം. പ്രശ്നത്തെ ശരിയായി മനസ്സിലാക്കുക എന്നതാണ് പരിഹാരത്തിന്റെ തുടക്കം. ഇനി നിങ്ങളൊരു പ്രശ്നത്തെ നേരിടുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു വെൽ ഡിഫൈൻഡ് പ്രശ്നമായിട്ടാണോ അതോ ഇൽ ഡിഫൈൻഡ് ആയിട്ടാണോ? നിങ്ങളുടെ മനസ്സിലുള്ള ഇതിന്റെ പ്രോബ്ലം സ്പേസ്, അതിൻ്റെ ഒരു രൂപം എങ്ങനെയാണ്? ഈ ചിന്തകൾ നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാനായി തിരഞ്ഞെടുക്കുന്ന വഴികളെ, നിങ്ങളുടെ സ്ട്രാറ്റജികളെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഇതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷേ പുതിയ ചില വഴികൾ മുന്നിൽ തെളിഞ്ഞെന്നും വരാം.